കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തും. ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ ചില പരാമർശങ്ങൾ ചേച്ചിക്ക് നടത്തേണ്ടി വന്നു. ഇതുവരെ ചെയ്തതൊന്നും ആ ഒറ്റ കാരണം കൊണ്ട് ഇല്ലാതാവില്ല. ഈ സ്നേഹവും ബന്ധവും തുടരാൻ വേണ്ടിയാ ഇപ്പൊ ഈ മാറ്റം ആഗ്രഹിക്കുന്നത്. എങ്ങോട്ട് പോകാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നു കയറുമ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ. നന്ദനും ദേവികയ്ക്കും ജോലിയുണ്ട്. പക്ഷേ ശമ്പളമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചിന്തിക്കണം. നീ എഴുതി തന്ന ലിസ്റ്റിലെല്ലാം കിട്ടിയില്ല. കുറച്ച് കഴിയുമ്പോ നമുക്ക് രണ്ടാമത് പോകാം. അമ്മേ, നമ്മള് പ്രഭാന്റിക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ട് ഇനി വരാതിരിക്കോ? ഗിരീഷേട്ടന്റെ അമ്മ നിർബന്ധിച്ചിട്ട് അവസാന നിമിഷം പ്ലാൻ മാറ്റൂ. അങ്ങനെ പ്ലാൻ മാറ്റി അവിടെ തന്നെ തുടർന്നാൽ അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷേ പ്രഭക്കുഞ്ഞിനി അവിടെ നിൽക്കില്ല. ഇവിടുത്തെ കുറവുകളൊക്കെ പ്രഭാന്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇപ്പോഴത്തെ പ്രഭക്കുഞ്ഞ് പുതിയൊരാളാ. ചന്ദ്രോത്ത് സിദ്ധാർത്ഥ സാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ആളല്ല. പുതിയ പ്രഭാവതിക്ക് എന്തും ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ നമ്മളായിട്ട് ഒരു കുറവ് വരുത്താൻ പാടില്ല മോളെ. സോഷ്യൽ മീഡിയയിൽ ഇനി നമ്മളും വരും. ഗിരീഷേട്ടനെയും വീട്ടുകാരെയൊക്കെ ചെളിവാരി എറിയല്ലേ? നമ്മുടെ വീട്ടില് താമസിക്കുമ്പോ നമുക്കെതിരെയും വരും. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല ചേലല്ലേ? ഇപ്പൊ പ്രാന്തല്ല, പ്രാന്തെന്ന് പ്രചരിപ്പിച്ച് വട്ടം കൂടി കല്ലെറിഞ്ഞ് രസിക്കല്ലേ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആർക്കെതിരെയും വരാം. ഇപ്പൊ എല്ലാവർക്കും ചൂടുള്ള വാർത്ത വേണം. അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ പിന്നെ. എന്തായാലും ചന്ദ്രോത്തുകാർക്ക് ഒന്നു മാറി ഓരോ കുഴപ്പങ്ങളാണല്ലോ. പക്ഷെ അതിലേറ്റവും ദോഷം ഇപ്പൊ വന്നിരിക്കുന്നതാ. അതൊക്കെ മാറും. എല്ലാം തിരിച്ചറിയുമ്പോ ഇതിന്റെ പുറകിൽ ആരാണെന്നൊക്കെ അന്വേഷിച്ച് പകരം വീട്ടണം. നന്ദു, അമ്മ ഒന്ന് ഇടയ്ക്ക് വിളിക്കണം. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം. ടെൻഷൻ ആവണ്ട. എനിക്ക് തോന്നുന്നത് അമ്മയുടെ തീരുമാനം വളരെ ശരിയാണെന്നാ. ഇനി നമ്മൾ ഗിരീഷേട്ടന്റെ വീട്ടില് തുടരാൻ പാടില്ല. ആരും നമ്മളോട് മാറാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞു മാറണം. ആ തീരുമാനം നല്ലതാ. രജനേച്ചിക്കും ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഗിരീഷേട്ടനെതിരെ വന്ന അപവാദമാ ഗിരീഷേട്ടന്റെ അമ്മയ്ക്ക് ദേഷ്യമായത്. എന്തായാലും അമ്മ പ്ലാൻ ചെയ്ത പോലെ നടക്കട്ടെ. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭേദപ്പെട്ട വീട് വാടകയ്ക്കെടുത്ത് മാറണം. ഭാർഗവി ആന്റിയുടെ വീട്ടിലും അധികം നാളെ നിൽക്കാൻ പാടില്ല. മുരളിയുടെ വീട്
എനിക്കെന്തോ സ്വന്തം വീട് പോലെ തന്നെയാ തോന്നുന്നേ. അവിടെ നിൽക്കുന്നതിൽ എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല. എനിക്കും ഗൗരിയും ഭാർഗവി ആന്റിയും ഒക്കെ ആയിട്ട് കൂടുതൽ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റും. എനിക്കും സ്വന്തം വീട് പോലെ തന്നെയാ ആ വീട് തോന്നിക്കുന്നേ. എല്ലാം നല്ലതിനാവും. താൻ ചെല്ലേ, സമയം കിട്ടുമ്പോൾ വിളിക്കാം. ശരി നന്ദു. ഗിരീഷേ, ഇന്നിറങ്ങട്ടെ. സന്തോഷമായിട്ട് പോയി വരണം മാഡം. പ്രഭേ, എന്റെ വാക്കുകൾ പ്രഭയെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു സങ്കടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. ചേച്ചിയുടെ നല്ല മനസ്സ് കാണുകയും അനുഭവിക്കുകയും ചെയ്തവളല്ലേ ഞാൻ. ഗിരീഷും രജനിയും തമ്മിൽ വിവാഹം നടക്കുമ്പോ അവസ്ഥ എന്തായിരുന്നു? മീരയുടെ കൊലപാതകത്തിന്റെ ഒരു കറ പൂർണ്ണമായും ചന്ദ്രോത്ത് നിന്ന് മാഞ്ഞിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഞങ്ങൾ വട്ടപൂജ്യം. സിദ്ധു MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു. സമ്പത്തില്ല, സാമൂഹ്യ അംഗീകാരമില്ല. ചന്ദ്രോത്തിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലും. ആ അവസ്ഥയിലും അതൊന്നും കണക്കിലെടുക്കാതെ എത്ര ആത്മാർത്ഥമായിട്ടാ ചേച്ചി ആ കല്യാണത്തിന് കൂടെ നിന്നത്. കല്യാണ ദിവസം തന്നെ തനൂജ വന്ന് ബഹളം വെച്ചു. എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയില്ല. ബലരാമന്റെ മരണം, സിദ്ധുവിന്റെ അറസ്റ്റ്, തനൂജ കാരണം വന്ന വിഷമങ്ങൾ, എല്ലാത്തിലും പോസിറ്റീവായി തന്നെ ചേച്ചി കൂടെ നിന്നു. ഇപ്പൊ ചേച്ചി പറഞ്ഞ പരിഭവം ലോകത്ത് ഏതമ്മയും പറഞ്ഞു പോകുന്നതാ. അതുകൊണ്ട് തന്നെ ചേച്ചി ഒരു കുറ്റബോധവും മനസ്സിൽ വെക്കരുത്. അമ്മേ, നിന്റെ ഭാഗ്യോ ഗിരീഷിനെ പോലൊരു ഭർത്താവ്. സിദ്ധു എപ്പോഴും പറയും, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവള് നീയാന്ന്. ഗിരീഷിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷമാവാൻ നിങ്ങളുടെ മാത്രം ഒരു ലോകം തന്നെ വേണം. ഞങ്ങൾ നിങ്ങൾക്കൊരു ബാധ്യതയോ ഭാരമോ ഒന്നുമല്ലെന്നറിയാം. അമ്മേ, നിങ്ങളുടെ സ്വകാര്യത പലപ്പോഴും ഞങ്ങൾ കാരണം ഇല്ലാതാകുന്നു എന്ന് എനിക്കറിയാം. മാറേണ്ട സമയം കഴിഞ്ഞു. അമ്മേ, എന്നാലും വീടുകൾ ഇങ്ങനെ മാറി താമസിക്കാന്ന് വെച്ചാ അതിലൊന്നും കാര്യമില്ല രജനി. മാഡനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഭൂമിയിലെ ജീവിതം സ്വന്തമല്ല, ശാശ്വതമല്ല. അപ്പോ അതിനകത്ത് സ്വന്തം വീട് എന്ന സങ്കല്പവും നമുക്ക് വേണമെങ്കിൽ അർത്ഥമില്ലാത്തതാണെന്ന് ചിന്തിച്ചു പോകാം. അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരണ കിട്ടുന്നത് എന്റെ ഈ മൂത്ത മകനിൽ നിന്നാ. ഗിരീഷിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ എപ്പോഴേ തല്ലിക്കേറി നാലുപാടും പോകുമായിരുന്നു. നമ്മളെ ചേർത്ത് നിർത്തിയ ഗിരീഷിനോടുള്ള കടപ്പാട് എത്ര പറഞ്ഞാലും തീരില്ല.
ശരി ചേച്ചി. ശരി മോനെ. ശരി ആന്റി. ആ പറയാം. എന്താടി, എന്താ അവര് പറഞ്ഞേ? പ്രഭ ആന്റി ആകെ വിഷമത്തിലമ്മ. അവരോട് ഇറങ്ങിയെന്നാ പറഞ്ഞ്. എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചില്ലേ? ഒന്നും പറഞ്ഞില്ല. പിന്നീട് വിളിക്കാന്നാ പറഞ്ഞ്. ചേച്ചി ഓഫീസിലായതുകൊണ്ടാവും ഫോൺ എടുക്കാത്ത. ആ ഗിരീഷിന്റെ അമ്മ പ്രഭാവതിയോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, അവരെന്തൊരു സ്ത്രീയാ. അവരെ കുറ്റം പറയാൻ പറ്റില്ല മാധവേട്ടാ. മുഖം കറക്കാതെയല്ലേ കൂടെ നിർത്തിയത്, ഒരു വീട് പോലെ. അതിനിടയിലെ ഗിരിയുടെ പേരില് ഇങ്ങനൊരു അപവാദം വരുമ്പോ താങ്ങാൻ പറ്റില്ല. ചിലപ്പോ അറിയാതെ പ്രതികരിച്ചു പോവും. എന്നാലും ഇങ്ങനെ പരസ്യമായിട്ട് കുറ്റം പറയുന്നത് ശരിയല്ലമ്മ. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. മോളുടെ കല്യാണമൊക്കെ വരുമല്ലേ, വീട്ടിലൊരാളനക്കൊക്കെ ഉണ്ടാവും. പ്രഭാവതി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ഗിരീഷേട്ടന്റെ വീട്ടിൽ പോകാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാ അവിടെ പോവാന്ന് സമ്മതിച്ച. വല്ല വാടക വീട് നോക്കി വെച്ചിട്ടുണ്ടാവും. ചന്ദ്രോത്ത് പോലൊരു കുടുംബം ഇതുപോലെ തകർന്നു പോകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചന്ദ്രോത്തിന്റെ തകർച്ചയല്ല, പ്രഭാവതിയുടെ തകർച്ചയാ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. അവർക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നാ എനിക്ക് അതിശയം. അന്നൊരിക്കൽ വിളിച്ചതാണ്, വരാൻ താല്പര്യം കാണിച്ചില്ല. നമുക്കൊന്നുകൂടി വിളിച്ചു നോക്കിയാലോ? എത്ര വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല മാധവേട്ടാ. എനിക്ക് തോന്നുന്നു ചിലപ്പോ മുരളിയേട്ടന്റെ വീട്ടിൽ പോകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോ? അല്ല, സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയതാ. അതൊരു നല്ല കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഭാർഗവിയും പ്രഭാവതിയും തമ്മിൽ നല്ല ഐക്യമുള്ളവരാ. അതുപോലെ തന്നെ മുരളിയുടെ വീട് ഇനി നമ്മുടെ ബന്ധുവീടാവാൻ പോവല്ലേ. അപ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. അവിടുത്തെ കാര്യം പറയുമ്പോ ഇവൾക്കെന്താ ഒരു ഇഷ്ടക്കേടുള്ള പോലെ? അതൊക്കെ നിന്റെ തോന്നല. എത്രയും പെട്ടെന്ന് എല്ലാം കരങ്ങി തെളിഞ്ഞ് സന്തോഷത്തിലായാൽ മതിയായിരുന്നു. ഗൗരി, ദേ പ്രഭക്കുഞ്ഞ് വന്നു. വാ കുഞ്ഞെ, കയറി വാ. നന്ദമോനും ദേവികമോളും ഓഫീസിൽ പോയല്ലേ? വൈകിട്ട് ഇങ്ങോട്ട് വരും. ആന്റി വാ, കേറിയിരിക്കെ. കുറച്ച് ബാഗും മറ്റും എടുക്കാനുണ്ട്. ഞാൻ ആന്റി ആന്റി കേറിക്കോ, ഞാൻ എടുത്തോളാം.
ഇങ്ങത്താ വാ കുഞ്ഞേ. ഇങ്ങനെ തന്നേക്ക്. ഭാർഗവി, ചന്ദ്രോത്തുകാരുടെ ഒരു സന്നിഗ്ധ ഘട്ടമായത്. പരിചയക്കാരൊക്കെ മുഖം തിരിക്കുന്ന അവസ്ഥ. ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതിനും ഇവിടെ താമസിക്കാൻ സമ്മതിച്ചതിനും നന്ദിയുണ്ട്. പ്രഭകുഞ്ഞിത് പ്രസംഗം എന്തേലും കാണാതെ പറയാണോ? അല്ല, നന്ദിയും കൃതജ്ഞതയൊക്കെ കേട്ടിട്ട് ചോദിച്ചതാ. ചന്ദ്രോത്തിന് കിട്ടിയ പണമൊക്കെ കൂട്ടിയിട്ടാ ഈ വീട് വാങ്ങിയത്. അപ്പൊ ഇത് പ്രഭക്കുഞ്ഞിനും കൂടെ അവകാശപ്പെട്ട വീടാ. ചില വീടുകൾ വലിയ ആളുകൾ വരുമ്പോ വീടിനാ മതിപ്പ് കിട്ടുന്നത്. എന്റെ അവസാന ശ്വാസം വരെ പ്രഭക്കുഞ്ഞിന് വലിയൊരു സ്ഥാനം എന്റെ മനസ്സിലുള്ളത്. ആ പ്രഭക്കുഞ്ഞ് എന്റെ വീട്ടില് വരാന്ന് വെച്ചാ അതിന്റെ ഒരു നിറവ് എത്രയാന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. നിന്റെ മനസ്സിന്റെ വലിപ്പം എത്രയാണെന്ന് ഇപ്പൊ മനസ്സിലായി. എനിക്കൊരു ക്ഷീണം തോന്നാതിരിക്കാൻ ഞാനിവിടെ വരുന്നത് നിന്റെ ഭാഗ്യമായിട്ടാ നീ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ആന്റി. അമ്മയ്ക്ക് ആന്റിയുടെ സ്നേഹമല്ല, ഒരുതരം ആരാധനയാ. ആന്റി എന്തു പറയുന്നോ അതാ അമ്മയ്ക്ക് അവസാന വാക്ക്. ഇതാണ് കാലത്തിന്റെ ഒരു നീതി എന്ന് പറയുന്നത്. ഗൗരി, അല്ല, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു വലിയ ദുഃഖം തന്ന ആളാ ഞാൻ. ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു മഹാ അപരാധം. നിങ്ങളുടെ കുഞ്ഞ് ഒടുവിൽ ആ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഔദാര്യത്തിന്റെ പുറത്ത് ജീവിക്കാൻ എന്നെ എത്തിച്ചിരിക്കുന്നു. ആന്റി, എന്താ ഇത്? അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി. അതിനെ ആന്റി പറഞ്ഞു ഓർമ്മിപ്പിക്കാതിരുന്നാ മതി. അതുമല്ല, ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ജീവിതത്തിന്റെ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യും. അതൊക്കെ വിട്ടേക്ക് പ്രഭകുഞ്ഞെ. കുഞ്ഞാദ്യം സമാധാനമായിട്ടൊന്ന് വിശ്രമിക്ക്. അതിനു മുൻപ് എനിക്ക് ജയിലിൽ സിദ്ധുവിനെ കാണാൻ പോണം ഭാർഗവി. കേസിന്റെ കാര്യങ്ങൾ പറയണം, ഇങ്ങോട്ട് വന്നതിനെ കുറിച്ചും അറിയിക്കണം. ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയാ മതി. വാ. ആരാ? ഞാൻ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസിലെ സ്റ്റാഫാ. ഇന്നു മുതൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു മാഡം. ഓ, ദേവിക അല്ലേ? അതെ. എങ്ങനെയാ വന്നത്? ഓട്ടോയിലാ? ആ, അതെ, ഓട്ടോയിലാ. ഹസ്ബൻഡ് ഓഫീസിൽ കൊണ്ടുവിട്ടു. ആ, കല്യാണം കഴിഞ്ഞതാണല്ലേ? ഇവിടുത്തെ സ്റ്റാഫാണോ? ആ, ഞാൻ ഇവിടുത്തെ ഓളിഞ്ഞോളാ. ബാക്കിയൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. അങ്ങോട്ടിരിക്കെ. കുടിക്കാൻ ജ്യൂസോ കോഫിയോ എന്തെങ്കിലും വേണോ? വേണ്ട, ഒന്നും വേണ്ട. നന്നായി. ആ, ഒരു ജോലിക്കാരിയാണെന്നൊന്നും കരുതണ്ട. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ആദ്യമായിട്ട് വന്നല്ലേ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണോന്ന്. മാഡം മാഡം വന്നോളൂ, അവിടെ ഇരിക്കെ. അയ്യോ, എന്റെ കർത്താവേ, ദേ വരുന്നു മാഡം. ആരാ വന്നത്? ദേവിക മാഡം, ഓഫീസിൽ നിന്ന്. വരാൻ പറയ്. ശരി മാഡം. ആഹാ, ഇവിടെ വിശ്രമിക്കാൻ വന്നതാ? ദേ മാഡം വിളിക്കുന്നു, ചെല്ലേ. ഗുഡ് മോർണിംഗ് മാഡം.
ഗുഡ് മോർണിംഗ്. വരൂ. ഇതാണ് എന്റെ വീട്. ദേവിക ഇനി ഇവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ജിൻസി, ദേവികയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞാൻ ചോദിച്ചായിരുന്നു മാഡം, വേണ്ടാന്ന് പറഞ്ഞു. ദേവികയ്ക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല മാഡം. ഈ ഫ്ലോറിൽ മാത്രമേ ദേവികയ്ക്ക് എസ്എസ് ഉണ്ടാവുള്ളൂ. മുകളിലത്തെ നില പൂർണ്ണമായിട്ടും പേഴ്സണലാണ്. അതായത് അങ്ങോട്ടേക്ക് യാതൊരു കാരണവശാലും വരാൻ പാടില്ല എന്ന്. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. ശ്രദ്ധിച്ചോളാന്നല്ല, വരരുത്.